നമസ്കാരം എല്ലാ പ്രേക്ഷകർക്ക് ന്യൂസ് 3ലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു സ്ത്രീയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നെയ്യാറ്റിൻകരയിലുള്ള സവിത ടീച്ചറെയാണ്. സ്പോർട്സിനെ അത്ലറ്റിക്സിനെ ഒക്കെ നെഞ്ചോട് ചേർത്ത് അതുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ഒരു ജിമ്മ് സ്വന്തമായിട്ട് നടത്തുന്നു. ഒരുപാട് സ്ത്രീകളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നു. ടീച്ചറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം, അതിജീവന കഥയിലേക്ക് പോകാം. ഇതാണ് സവിത ടീച്ചറിന്റെ ജിമ്മ്. ഒരുപാട് സ്ത്രീകളെ ജിമ്മിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ്. ഹലോ, സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ. നമുക്ക് ജിമ്മിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഒരുപാട് സ്ത്രീകൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലേ? പക്ഷേ 200ഓളം ഡെയിലി വരുന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മളിത് പെട്ടെന്നുണ്ടാക്കിയ ഒരു കാര്യമല്ല. എങ്ങനെയായിരുന്നു ഒരു കഥ? ഈ ജിമ്മ് തുടങ്ങിയതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ജിമ്മ് തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ്. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അറിയാലോ, നമ്മൾ കോവിഡ് സമയത്ത് വെറുതെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഒരു 14 കിലോയോളം എനിക്ക് കൂടി. ഞാൻ ആകെ വർക്കൗട്ട് ചെയ്യാതിരുന്നിട്ട്, ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്യാതിരുന്നിട്ടുള്ളത് ഈ പ്രഗ്നൻസി ടൈമിലും കോവിഡ് ടൈമിലും മാത്രമാണ്. അപ്പോൾ ഈ 2 വർഷത്തോളം ഒന്നും ചെയ്യാതിരുന്നപ്പോഴത്തേക്കും 14 കിലോ കൂടുക. എൻ്റെ ബോഡിയിൽ എനിക്ക് ഒത്തിരി ചേഞ്ചസ് ഉണ്ടായി. ബോഡി പെയിൻ, പിന്നെ ജോയിൻസിലൊക്കെ പെയിൻ, അതുപോലെ ഫാറ്റിയായി 14 കിലോയോളം കൂടി. അപ്പോഴാണ് ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നത്. ജനിച്ചിട്ട് ഇതുവരെ അതായത് ഒരു നാളും ഒരു വർക്കൗട്ടും ഒരു ആക്ടിവിറ്റിയും ചെയ്യാതിരിക്കുന്നവരപ്പോൾ എന്തായിരിക്കും? 2 വർഷം ചെയ്യാതിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നാളിതുവരെ ഒന്നും ചെയ്യാതിരുന്നവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒരു ജിമ്മ് തുടങ്ങിയത്. അത് നെയ്യാറ്റിൻകര പോലെ ഒരു റൂറൽ ഏരിയയിലൊക്കെ ലേഡീസ് വരിക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ടാസ്ക് ആയിരുന്നു. എനിക്ക് ശരിക്കും എന്നെ അറിയുന്നവരെല്ലാം പറഞ്ഞു, നീ എടുക്കുന്ന റിസ്ക് ആണ്, നീ ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്ന്. പക്ഷെ ഞാൻ റിസ്ക് എടുക്കുമായിരുന്നു. ആ റിസ്ക് ഞാൻ എടുക്കുമായിരുന്നു. ആദ്യത്തെ ഒരു 2-3 മന്ത്സ് ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു, റെന്റ് കൊടുക്കാനൊക്കെ ആയിട്ട്. കാരണം ആൾക്കാരില്ല, വരുന്നേ ഇല്ലായിരുന്നു. ഇല്ല, ഞാൻ കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് എന്നിൽ വിശ്വാസം ഉണ്ടായിരുന്നു. എനിക്കിത് വളർത്തിയെടുക്കാൻ സാധിക്കും, ആൾക്കാരെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് എന്നിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാനിത് ക്ലിക്കാക്കി എടുത്തു. എനിക്ക് പറയാനുള്ളത്, സ്പോർട്സിനെ അത്രമേൽ പ്രേമിച്ച, അത്ലറ്റിക്സിനൊക്കെ അത്രമേൽ സ്നേഹിച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജോലികൾ വേണ്ടെന്ന് വെച്ച് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു. ഞാൻ 4ാം ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നത്. അപ്പോഴെനിക്ക് സ്പോർട്സിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. ഒരു 17 ജീവരാജ സ്പോർട്സ് സ്കൂൾസായി, അങ്ങനെ പല സ്ഥലത്തായിട്ട് സ്പോർട്സ് ഹോസ്റ്റലിൽ 10-12 വർഷത്തോളം ഞാൻ പഠിച്ചു. ആ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പോലീസിൽ, റെയിൽവേ പോലീസിൽ, അതുപോലെ ആർമിയിലൊക്കെ എനിക്ക് ഒത്തിരി അവസരങ്ങളുണ്ടായിട്ടും ഞാനതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ നിൽക്കാൻ ആഗ്രഹിച്ചു. അതുപോലെ ഒരു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറായി. അങ്ങനെ ആ ഒരു ഇതിൽ തന്നെ ഞാൻ തുടർന്ന് പോവുമായിരുന്നു. അപ്പോൾ ഈ കോവിഡ് ടൈമിൽ ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു. ഇപ്പം ഇവിടെ നെയ്യാറ്റിൻകരയിൽ തന്നെ ഒത്തിരി പേർക്ക് കൺസീവ് ആകാതിരുന്ന ഒത്തിരി പേര്, PCOD ഒക്കെ കാരണം കൺസീവ് ആകാതിരുന്ന ഒത്തിരി പേര്, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ ഒത്തിരി പേർക്ക് കുഞ്ഞുങ്ങൾ കിട്ടി. അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ്. ആ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ? ഒരുപാട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കാണാം, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ജിം കൂടിയാണ്. ഇവിടെ ഇപ്പം നമുക്ക് മെഷീൻ വർക്കൗട്ട്സ് മാത്രമേ ഉള്ളൂ. മുകളിലാണ് എയറോബിക്സ്, സുംബ, യോഗ, മറ്റ് ടൈപ്പിലുള്ള എല്ലാ വർക്കൗട്ട്സും കൊടുക്കുന്നത് മുകളിലാണ്. അത് മാത്രമല്ല, യോഗ എല്ലാ ജിമ്മിലും കിട്ടുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണോ എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് എന്ന് വെച്ചാൽ നമുക്ക് 6 ദിവസം അടുപ്പിച്ച് 6 ദിവസം ലേഡീസിന് നമുക്ക് വർക്കൗട്ട്, ലേഡീസിനെന്നല്ല ജെൻസിനായാൽ പോലും നമുക്ക് 6 ദിവസം കണ്ടിന്യൂസ് വർക്കൗട്ട് പാടില്ല. ഒരു മിഡിൽ ഒരു ദിവസം റെസ്റ്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പം ഞാൻ അങ്ങനെ പൂർണ്ണമായിട്ട് റെസ്റ്റ് കൊടുക്കാതെ ബ്രീത്തിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തും കൊണ്ട് യോഗ കൊടുക്കുകയാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, സ്ത്രീകൾക്ക് കുറെ തെറ്റിദ്ധാരണയുണ്ട്. മസ്കുലർ ബോഡിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇനി അങ്ങനെ വന്നാൽ നമ്മുടെ ബോഡി അങ്ങനെ ആവുമോ, അങ്ങനെയൊക്കെയുള്ള കുറെ തെറ്റിദ്ധാരണ. അത് പൂർണ്ണമായിട്ട് മാറിയിട്ടൊന്നുമില്ല. നമ്മുടെ നെയ്യാറ്റിൻകരയിൽ ഇപ്പോഴും ലേഡീസ് ഇതിലോട്ട് വരാൻ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ഒത്തിരി നാണക്കേട് അവർക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ മസിൽ ഗെയിൻ ചെയ്ത് അങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നതെല്ലാം, അങ്ങനെയല്ലേ? അതാണ് അവരുടെ ആ മനസ്സിലോട്ട് വരുന്നത്. ജിമ്മെന്ന് പറയുമ്പോഴത്തേക്കും ഈ മസിലൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്ന ഒരിതാണ് അവരുടെ മനസ്സിൽ വരുന്നത്. അവരുടെ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്, മാറ്റിയെടുക്കുന്നുണ്ട്. നമുക്ക് അവരോട് കൂടി ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. കോച്ച്, നമ്മൾ എല്ലാ ജിമ്മിലും പോകുമ്പോൾ നമ്മുടെ കോച്ചിനെ കുറിച്ചൊക്കെ നോക്കാറുണ്ടല്ലേ? കോച്ചിന്റെ ഫിസിക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കോച്ചുണ്ട്, ജിം കൂടെ ഉണ്ട്. എന്താണ് ഇവിടെ വന്നിട്ടുള്ള മാറ്റം? പേരെന്താ? ജിഞ്ചു. എനിക്ക് ഫിസിക്കലായിട്ട് നല്ല മാറ്റമുണ്ട്. വന്നപ്പം 88 കിലോളം ഉണ്ടായിരുന്നു. ഇപ്പം 8 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ജിമ്മിനെ കുറിച്ച് അറിഞ്ഞത്, ഇങ്ങോട്ട് വന്നത്? ഒരാൾ പറഞ്ഞ്
നല്ല എന്തെങ്കിലും ഫലം കിട്ടിയ ആള് പറഞ്ഞിട്ട് വന്നതാണോ? ഇല്ല, ഇതുപോലെ തുടങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കാന്ന് വെച്ചു. ഇപ്പൊ എത്ര വർഷമായി വർക്കൗട്ട് ചെയ്യുന്നു? വന്നിട്ട് 1 വർഷമായി. 1 വർഷമായി. നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. മെന്റലി ഫിസിക്കലി നല്ല മാറ്റമുണ്ട്. ശരി, അതാണ് എവിടെ കോച്ച് എവിടെ നമുക്ക് അതും കൂടിയാണല്ലോ, മെന്റലി കൂടി ഒരു മാറ്റം വരുന്ന ഒരു സ്ഥലമാണ്. ശരിക്കും നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഇപ്പം ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ലല്ലോ, നമ്മുടെ മെൻ്റലി കൂടി നമ്മൾ ഹെൽത്തി ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്ട്രെസ്സ്, ആൻസൈറ്റി ഇതുപോലുള്ള പ്രോബ്ലംസ് നമുക്ക് വരാതിരിക്കാനും അത് കുറയ്ക്കാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി. ഡെയിലി നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. അത് തടയാനായിട്ട് നമുക്ക് ഒത്തിരി സാധിക്കും. അതുപോലെ തന്നെ ഈ ക്യാൻസറസ് വൈറസിനെ പോലും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഡെയിലി വർക്കൗട്ട് കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ച് ബ്ലഡ് ക്യാൻസറൊക്കെ വരുന്നവർ, ഇങ്ങനെ ക്യാൻസർ പേഷ്യൻസ് എനിക്കുണ്ട്. അവർക്ക് തന്നെ ഒത്തിരി മാറ്റമുണ്ട്. സാധാരണ ഡോക്ടേഴ്സ് പറയുക, അവർ വീട്ടിൽ പറയുക അനങ്ങരുത്, ഒരു റെസ്റ്റ് എടുക്കുക, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേ എനിക്കിവിടെ വന്ന് ഹെവി വെയിറ്റ് വരെ എടുത്ത് ചെയ്ത് ഒരുപാട് മാറ്റം ഉണ്ടാകുന്നു. ഡോക്ടേഴ്സ് വരെ അതിശയിക്കുന്ന തരത്തിലുള്ള ഒരു പേഷ്യൻ്റ് എനിക്കിവിടെ ഉണ്ട്. അപ്പം നമ്മളിവിടെ വരുമ്പോൾ ആദ്യം അവരുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഇപ്പം മറ്റ് ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർക്ക് ഞാൻ ലൈറ്റായിട്ട് ആദ്യമേ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് അതനുസരിച്ചുള്ള വർക്കൗട്ടായിരിക്കും കൊടുക്കുക. ഞാൻ തുടക്കത്തിലേ പറയായിരുന്നു, ഒരു അതിജീവനത്തിൻ്റെ കഥയും കൂടി ഈ ജിമ്മിന് പറയാനുണ്ട് എന്നുള്ളത്. അത് പലർക്കും അറിയില്ലായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു എപ്പിസോഡ് വരുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾ അത് എത്തുക. കാരണം അത് അവരെ അറിയണം. അത്രയും ഒരു പോരാട്ടത്തിലൂടെയാണ് താങ്കൾ ഇവിടെ എത്തിയത് എന്നുള്ളത്. അതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ എന്നെപ്പോലെ തന്നെ ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്ത ഒത്തിരി ലേഡീസ്, ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷെ നമ്മൾ അത് എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? നമുക്ക് ബൈബിളിൽ തന്നെ ഒരു വാക്യമില്ലേ, ദാരിദ്ര്യത്തിൻ്റെ മാതാവ് എന്ന് പറയുന്ന അലസതയാണ്. നമുക്ക് ആ അലസത മാറ്റി വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ, ഇപ്പം എനിക്കെന്നല്ല, എന്നെപ്പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്, എന്നെപ്പോലെ ഇതുപോലെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്ത് വന്നവർക്ക് അതിജീവിക്കാൻ സാധിക്കും. അന്നും ഈ മനസ്സിൽ സ്പോർട്സ് ഉണ്ട്. എനിക്ക് മറ്റ് ഒരു ജോലിയും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു. ഈ ഫീൽഡിൽ തന്നെ നിൽക്കണമെന്നായിരുന്നു. എങ്കിലും പെട്ടെന്ന് ഒറ്റയ്ക്കായപ്പോൾ ഇനി എന്താന്നുള്ളൊരു ചോദ്യം വന്നു. പിന്നെ എങ്ങോട്ട് പോകണം, അല്ല ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളൊരു. എന്നാൽ എന്തായിരുന്നു ഞാൻ അമ്മ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ശക്തിയാണല്ലോ. അത് മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു, നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്, അവരെ വളർത്താൻ വേണ്ടി തന്നെയാണ്, ജീവിക്കാനും ജീവിപ്പിക്കാനും ഉള്ള ഒരു പോരാട്ടമായിരുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ജിമ്മ് മാത്രമല്ല കേട്ടോ, മികച്ചൊരു തയ്യൽക്കാരി കൂടിയാണ്. പക്ഷെ അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് തയ്യൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചിലർ പാടും എന്ന് പറയില്ലേ, പാട്ട് പഠിച്ചിട്ടില്ല പക്ഷെ പാടി, ഇത് അതിശയമാണ്. തയ്യൽ എന്ന് പറഞ്ഞാൽ പാട്ട് പോലെ അല്ലല്ലോ, ജനറ്റിക്സ് നമുക്ക് കിട്ടുന്ന സാധനമല്ല, ജനറ്റിക്കലി കിട്ടുന്ന. അതെങ്ങനെയായിരുന്നു ആ ഒരു തയ്യലിലേക്ക് വന്നത്? തയ്യൽ ഞാൻ നന്നായി ഡ്രോയിങ് ചെയ്യും, പടം വരയ്ക്കും നന്നായിട്ട്. ഇപ്പോൾ ഒരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അങ്ങനെ ചെയ്ത് പഠിച്ചതാണ്. ശരിക്കും പഴയ ഡ്രസ്സൊക്കെ പൊളിച്ച് നോക്കുക, പഴയ ഡ്രസ്സിനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് പറഞ്ഞ് ഞാൻ എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ജീവിക്കണമല്ലോ നമുക്ക്. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്താലും ഒരു പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ നമുക്ക് അതുകൊണ്ട് മാത്രം എനിക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്തുക, റെൻറ്റ് കൊടുക്കുക, ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു എക്സ്ട്രാ വരുമാനം, ഒരു എക്സ്ട്രാ ഇൻകം എനിക്ക് കൂടിയേ തീരൂ. അങ്ങനെ ഞാനത് സ്റ്റിച്ച് ചെയ്ത് പിന്നെ എൻ്റെ സിസ്റ്റർ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ടായിരുന്നു. നീ തയ്ക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ തന്നെ എനിക്ക് തുണി കൊണ്ട് തരുമായിരുന്നു. അങ്ങനെ അവൾക്കാണ് ഞാൻ ആദ്യം തയ്ച്ചു കൊടുക്കുക, പിന്നെ എൻ്റെ മോൾക്ക് തയ്ച്ചു കൊടുത്തു. അങ്ങനെ തയ്ച്ച് ഞാനൊരു തയ്യൽക്കാരിയായി. ഇപ്പം മാരേജ് ഗൗൺ വരെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബൾക്കായിട്ടുള്ള ഓർഡേഴ്സൊക്കെ എടുത്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് മോഡലിൻ്റെ ഡ്രസ്സ് എനിക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് സ്വന്തമായിട്ട് ആർജിച്ചെടുത്തതാണ്, അല്ല വെളിയിൽ പോയി പഠിച്ചിട്ടുമില്ല. ജിമ്മിലേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾക്ക് ഈ പറഞ്ഞു കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവർക്കൊന്ന് മനസ്സിലായി വരാൻ കുറച്ച് പാടായിരിക്കും. ജിമ്മിനെ കുറിച്ചുള്ള നേരത്തെ കുറേ തെറ്റിദ്ധാരണകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ ഇപ്പോൾ 200 പേരോളം വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡെയിലി എത്രയും രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓരോ ബാച്ചായിട്ട് ഒരു ബാച്ച് ചെയ്യിപ്പിച്ചിട്ട് വിട്ടിട്ടാണ് ഞാൻ അടുത്ത ബാച്ച് ചെയ്യിപ്പിക്കുന്നത്. ഞാൻ തന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പോൾ ഞാൻ പ്രത്യേക കെയർ കൊടുക്കാറുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ട് ചേച്ചിമാർ, ഇച്ചിരി പ്രായമുള്ള ചേച്ചിമാർ ഇവിടെ തന്നെ ഇപ്പോൾ ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് ഞാൻ കെയർ കൊടുത്ത് ചെയ്യിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എയറോബിക്സ്, എയറോബിക്സ് തന്നെ ഒരു 3-4 ടൈപ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ബോർഡ് വെച്ച് എയറോബിക്സ് കൊടുക്കുന്നുണ്ട്, അടുത്ത് സ്റ്റെപ്പർ എയറോബിക്സ്, ഡംബൽ എയറോബിക്സ്, സ്റ്റിക്ക് വെച്ചിട്ടുള്ള എയറോബിക്സ്, അങ്ങനെ പല ടൈപ്പിലുള്ള എയറോബിക്സ് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല സോങ്സ് ഒക്കെ ഇട്ടിട്ട് സുംബ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ
ഇപ്പം നമ്മൾ വിചാരിക്കും അവർക്ക് അത്ര ഏജ് ഇല്ല, അവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത്, അവർ ചെയ്യുന്ന പെർഫെക്ഷൻ ഇല്ലെങ്കിൽ പോലും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നത് അവരാണ്, ഏറ്റവും ഇൻട്രസ്റ്റോടുകൂടി ചെയ്യുന്നത് അവരാണ്. അവർ ചെയ്യുന്ന കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക എനർജിയാണ് ചെയ്യിപ്പിക്കാനും കൂടെ ചെയ്യാനും. ഈ വെയിറ്റ് ലോസ് ആണല്ലോ വെയിറ്റ് ലോസ് ആണ് ജിമ്മിന്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ആളുകളെ ആകർഷിക്കുന്ന ഘടകം. വെയിറ്റ് ലോസ് ഇപ്പം ജിമ്മിൽ വരിക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ബോഡി ഫാറ്റ് കുറയ്ക്കുക, ഒരു സെക്സി ലുക്കിലോട്ട് പോകുക എന്നുള്ളതല്ല. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. നമുക്ക് ഒരു ഇപ്പോൾ ഒരു 40 വയസ്സുള്ള, എനിക്ക് 40 വയസ്സ് കഴിഞ്ഞു കേട്ടോ, വയസ്സൊക്കെ പറയാം. ഇപ്പോൾ എനിക്ക് 40 വയസ്സുണ്ടെന്ന് വെച്ചോ, ഞാനൊരു 20 വയസ്സിൽ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെ ഇരുന്നോ ആ ഒരു കണ്ടീഷനിലോട്ട് എനിക്ക് പോകാൻ പറ്റും. എനിക്കിപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഞാൻ. ശരിക്കും എനിക്ക് മറ്റ് തരത്തിലുള്ള യാതൊരു ബുദ്ധിമുട്ടും തന്നെ എനിക്കില്ല. അതുപോലെ ഇപ്പോൾ ഒരു 60 വയസ്സുള്ള ഒരു ലേഡി വരികയാണെങ്കിൽ ഒരു 30-ൽ, അവരുടെ 30-35 അവർ എങ്ങനെയായിരുന്നു അവരുടെ ബോഡി കണ്ടീഷൻ, ആ ഒരു കണ്ടീഷനിലോട്ട് നമുക്ക് പതിയെ അവരെ കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ ഈ സ്ത്രീകൾ, കൂടുതൽ പ്രേക്ഷകർ നമുക്ക് സ്ത്രീകളാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കേട്ടിട്ടുള്ള നമ്മൾ യൂട്രസ് റിമൂവൽ സർജറിക്ക് ശേഷമൊക്കെ ഇതുപോലെയുള്ള മേജർ സർജറിക്കൊക്കെ ശേഷം ജിമ്മിൽ പോകാമോ? അങ്ങനെയൊക്കെ നമ്മൾ ഒരു കുഴപ്പമില്ല. ഒരു 2-3 മന്ത്സ് റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ലൈറ്റായിട്ട് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പം വെയിറ്റ് എടുക്കുമ്പോൾ തന്നെ അത് എടുക്കുന്നത് പ്രോപ്പറായിട്ട് എടുക്കുക. ഹെവി ആയിട്ട് വെയിറ്റ് എടുക്കാതെ ലൈറ്റ് വെയിറ്റ് പ്രോപ്പറായിട്ട് എടുത്ത് ഒന്നും ഒരു കുഴപ്പമില്ല. എനിക്ക് യൂട്രസൊക്കെ റിമൂവ് ചെയ്ത് ഒത്തിരി ലേഡീസ് എനിക്കിവിടെ വരുന്നുണ്ട്. അവർക്ക് വെയിറ്റ് കുറയാന്ന് പറയുന്നത് അവർക്ക് എല്ലാ പേർക്കും, മറ്റുള്ളവർക്ക് ഒരു 1 മന്തിൽ ഒരു 3 kg 4 kg കുറയുകയാണെങ്കിൽ അവർക്കൊരു ½ kg ആയിരിക്കും ചിലപ്പോൾ കുറയുക. അവർക്ക് വെയിറ്റ് കുറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ ബോഡി ഫാറ്റ് പെട്ടെന്ന് റെഡ്യൂസ് ആവും. പ്രോപ്പർ ട്രെയിനർ വേണമായിരിക്കും അല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ഇത് ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് ട്രെയിനർ വേണം. ഇവിടെ ഒരാൾ സഹായത്തിനുണ്ടെങ്കിലും ശിഷ്യഗണങ്ങളെന്നും ആർക്കും വിട്ടുകൊടുത്തിട്ടില്ല, സ്വന്തമായിട്ടാണ് മൊത്തം ചെയ്യിക്കുന്നത് അല്ലേ? അതെങ്ങനെ ഓടിയെത്താൻ പറ്റുന്നത്? രാവിലെ അതാണ് ഞാൻ ഓരോ ബാച്ച് വൈസ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇപ്പം 5 മണി ബാച്ച് കഴിഞ്ഞിട്ടാണ് അടുത്ത 6:15 ബാച്ച് വരെ. ഇപ്പോൾ 1 മണിക്കൂർ ഞാൻ അവരുടെ കൂടെ നിന്ന് ചെയ്യിപ്പിച്ചിട്ട് അവരെ മെഷീനിലോട്ട് വിടും. മെഷീൻ അവർ വരുന്ന ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ അവർക്ക് മെഷീൻസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ മെഷീൻ പറഞ്ഞു കൊടുക്കാനായിട്ട് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു കുട്ടിയുണ്ട്. ഒരു മെഷീൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് അടുത്ത ബാച്ചിന് ചെയ്യിപ്പിക്കാൻ പറ്റും. 1 മണിക്കൂർ അവരെ ചെയ്യിപ്പിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത ബാച്ച് എനിക്ക് വരും. നമ്മൾ സ്കൂളിൽ ഒരവർ ക്ലാസ് എടുക്കുന്നത് പോലെയാണ് ഞാനിവിടെ. ആ മനോഭാവമാണെന്ന് തോന്നുന്നു, ഒരു ടീച്ചർ മനോഭാവം തന്നെയാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന രീതിയിൽ തന്നെയാണ്. ശരിക്കും ഒരു സാധാ ജിം അല്ല ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാ ജിം അല്ല. ഇവിടെ വരുന്നവർ ശരിക്കും ഒരു മെൻ്റൽ റിലാക്സേഷനോടുകൂടിയാണ് തിരികെ പോവുക. നമ്മൾ ഫുഡിന്റെ കാര്യം ശ്രദ്ധിക്കണം. എപ്പോഴും ഡയറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനങ്ങ് ഭയങ്കര ഡയറ്റ് പ്ലാൻ ഒന്നും കൊടുക്കാറില്ല അവർക്ക്. എങ്ങനെ എപ്പോൾ കഴിക്കണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളൂ. അവരത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അല്ലാതെ ഞാനൊരു ചാർട്ട് ഇന്നതേ കഴിക്കാവുള്ളൂ, അങ്ങനെ കഴിക്കണം, അങ്ങനെ അതൊന്നുമില്ല. ഇന്ന ദിവസം ഇന്നതൊക്കെ കഴിക്കാവുള്ളൂ, അങ്ങനെയൊന്നും ഞാൻ കൊടുക്കാറില്ല. ചാർട്ട് കൊടുക്കാറില്ല. എങ്ങനെ എപ്പോൾ കഴിക്കണം, എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ ഒഴിവാക്കണം, എങ്ങനെ കഴിക്കണം, ഏതൊക്കെ ടൈമിൽ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ളത് ജസ്റ്റ് ഞാൻ അവർക്ക് ഇങ്ങനെ ഈ അബ്ഡോമൻ്റെ വർക്കൗട്ടൊക്കെ ഡെയിലി ചെയ്യിപ്പിക്കാറുണ്ട്. അതൊക്കെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും. കോമ്പറ്റീഷനെ ഇറക്കുക എന്ന് പറഞ്ഞ ജിമ്മുകളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇവിടെ ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ ഇല്ല, അങ്ങനെ ഒരു ചിന്തയെ എൻ്റെ മനസ്സിൽ ഒരിക്കലും ഇല്ല. ഇല്ല, എനിക്ക് പലരും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ ഇറക്കാനായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. യോഗയുടെ കോമ്പറ്റീഷൻ ഇറക്കാനായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരുടെ അടുത്തെല്ലാം എനിക്കൊന്നും ആലോചിക്കേണ്ടതില്ല, നോ തന്നെയാണ് പറയുന്നത്. എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ എനിക്ക് ട്രെയിൻ ചെയ്യിപ്പിച്ചു, അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ട്രെയിനിങ്ങൊക്കെ ചെയ്യിപ്പിച്ച് ഒരു കോമ്പറ്റീഷന് കൊണ്ട് നിർത്തുക എന്നുള്ളതല്ല. എൻ്റെ മുന്നിൽ വരുന്നവരുടെ ഹെൽത്ത് എൻ്റെ കയ്യിലാണ്. അത് എനിക്ക് അവരെന്നിൽ അവരർപ്പിക്കുന്ന വിശ്വാസം എനിക്ക് അവർക്ക് തിരിച്ചു കൊടുക്കുക, അവരുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. ഇപ്പോൾ അവരെ എനിക്കൊരു സെക്സി ലുക്കിലാക്കി കൊടുക്കണമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. അവർ ഹെൽത്തി ആയിരിക്കണം എന്നുള്ളത്, ഫിറ്റായിട്ടിരിക്കുക എന്നുള്ളതാണ്. ഈ 5 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണല്ലോ, ഒരുപാട് പേര് ഇവിടുന്ന് വന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 5 വർഷമായിട്ടല്ല, ഞാൻ 4ാം ക്ലാസ് തൊട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ സ്പോർട്സ്. വരുന്ന നമ്മുടെ ശിഷ്യഗണങ്ങൾ 5 വർഷമാണ്. അപ്പം ഈ 5 വർഷത്തിനിടയിൽ നമുക്ക് ഭയങ്കരമായി കണ്ട ഒരു മാറ്റം, അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈങ് ആയി തോന്നിയ ഒരു വ്യക്തിയെ ഓർത്തെടുക്കാൻ വന്ന പെട്ടെന്ന് ആരായിരിക്കും? അങ്ങനെ പറയുകയാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഒരു 30-35 കിലോയിൽ കൂടുതലായിട്ട് കുറഞ്ഞ ഒരുപാട് പേരുണ്ട്. പിന്നെ കുഞ്ഞുങ്ങൾ, ഇപ്പോൾ ഡോക്ടേഴ്സ് ഒരു കാരണവശാൽ സ്വാഭാവികമായിട്ട് കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് എഴുതി തള്ളിയ ഒരു കേസുണ്ട്. SBIയിലെ മാനേജറും കൂടിയാണ് പുള്ളിക്കാരി, രാഖി എന്നാണ് പേര്. ഒരിക്കലും കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ആ ഒരു ആഗ്രഹം അങ്ങ് ഉപേക്ഷിച്ചതാണ്. പക്ഷേ ഇവിടെ ഒന്ന് നന്നായി വർക്കൗട്ട് ചെയ്തു, നന്നായി ഹാർഡ് വർക്ക് ചെയ്തു, നല്ല സ്ലിമ്മായി
പിന്നെ അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞ് കിട്ടി. ഇപ്പോൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞിനിപ്പോൾ 1 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾ കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒത്തിരി പേർക്ക് കിട്ടി. ഈ കിലോ കുറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഏത് രീതിയിൽ കുറയ്ക്കണം എന്നും കൂടി ഉണ്ടല്ലോ, പെട്ടെന്നുള്ള വെയിറ്റ് ലോസ്. ഇപ്പം പെട്ടെന്ന് കുറയുന്നത് നമുക്ക് ആരോഗ്യത്തിന് ദോഷം തന്നെയാണ്. എനിക്ക് ഇവിടെ ഒരു 3 kg 4 kg എനിക്ക് 5 കിലോയൊക്കെ കുറയുന്നവരുണ്ട്. പക്ഷേ അത് പാടില്ല. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഫുഡ് നിങ്ങൾ ഇത്രയും ഒത്തിരി ഒഴിവാക്കണ്ട. നമുക്ക് ഓരോ ദിവസം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസ് എല്ലാം നമുക്ക് ആവശ്യമാണ്. അത് എടുത്ത് തന്നെ പോകാൻ ഞാൻ പറയും. ചേച്ചി നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ചേച്ചി അയ്യോ, എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ ഇവിടെ ഒന്ന് നിന്നപ്പോഴേക്ക് എന്താണ് അപ്പോൾ ഇവിടെ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പേര് പറയാമോ? ശ്യാമള. എത്ര വയസ്സുണ്ട്? 65 വയസ്സ്. ജിമ്മിൽ വരാനുള്ള ഒരു ഇത് എന്താണ്? അത് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് അങ്ങനെ വന്നു. അപ്പം വന്നപ്പോൾ എനിക്ക് ഗുണമെന്ന് തോന്നി. അപ്പോൾ പിന്നെ ഇത് 9ാമത്തെ മാസമല്ലേ മേഡം? 9ാമത്തെ മാസം. എങ്ങനെ പോകുന്നു ജിമ്മിൽ? വന്നിട്ട് ഒരുപാട് നല്ല മാറ്റമാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ട്രെയിനർ എങ്ങനെയുണ്ട്? അടിപൊളി. ഇവിടെ വരൂ. ഓ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പൊ ഇവിടെ വന്നിട്ട് ഹാപ്പിയാണ്? നല്ല ഹാപ്പി. ഇവിടെയുള്ള എല്ലാവരും നല്ല ഇതാണ്. ഇവിടെ വരുമ്പോ ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ മുഖത്ത്? വന്ന് കയറിയപ്പോ തന്നെ ചിരിയാണ്. അപ്പൊ എങ്ങനെ ഇവരുടെയൊക്കെ ട്രെയിനിങ് എങ്ങനെ? നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഇത് കൊടുക്കും? ശമ്പളേച്ചി ഭയങ്കര മെഡിക്കാണ്. ശമ്പളേച്ചി സുംബ എറോബിക്സ് ഒക്കെ നന്നായി ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കൗട്ടും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒത്തിരി ജമ്പിങ് വർക്കൗട്ട്സ് അങ്ങനെ ഒത്തിരി പിന്നെ വെയിറ്റ് എടുത്തിട്ടുള്ളതൊന്നും ചെയ്യിപ്പിക്കാറില്ല. കെയർ ചെയ്തിട്ട് തന്നെയാണ് ശമ്പളേച്ചി ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ശമ്പളേച്ചിക്ക് ഒരു മടിയും ഇല്ല. ഭയങ്കര എനർജിയാണ് എല്ലാം ചെയ്തോളൂ. ഇത് ഇവ വന്നോളൂ, അങ്ങോട്ടൊന്ന് പറഞ്ഞു. പേരെന്തായിരുന്നു? എൻ്റെ പേര് ശുഭ. സർജറി പറഞ്ഞതാണ്? സർജറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ നിന്ന് നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലോട്ട് കിംസ് വരെ ഒരു 8 ഹോസ്പിറ്റലിൽ പോയി. 8 ഹോസ്പിറ്റലിലും എനിക്ക് സർജറിയാണ് പറഞ്ഞത്. ഏകദേശം 1 വർഷം കൊണ്ട് ഇതിൻ്റെ ഇതുമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായി. ഏകദേശം ഒരു 4-5 കിലോയോളം കുറഞ്ഞു. അത്രയും മതി എന്ന് പറഞ്ഞു. ഇനി ഇതിൽ കുറയ്ക്കണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ വെയിറ്റൊക്കെ കുറഞ്ഞ് ഇപ്പോൾ ബാക്ക് പെയിനൊക്കെ നല്ല ബാക്ക് പെയിനായിരുന്നു. ഇപ്പോൾ ആ ബാക്ക് പെയിനൊക്കെ നല്ല കുറവുണ്ട്. മരുന്നില്ലാതെ. അതാണ് ആദ്യത്തെ ഇത്. അല്ലെങ്കിൽ മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം മരുന്നൊന്നും ഇല്ല. പിന്നെ ട്രെയിനിങ്, അത് നല്ല ട്രെയിനിങ് ആണ്. എത്ര സമയം വർക്കൗട്ട് ചെയ്യും നമ്മളിവിടെ? 1 അവർ ചെയ്യാം. അത് കഴിഞ്ഞ് മിഷ്യൻ എന്തൊക്കെ വേണമെന്നുള്ളത് ചോദിച്ചിട്ട് ചെയ്യും. ഇന്ന് ചെയ്യാമോ? കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ ചോദിക്കും, ഇന്ന് ചെയ്യാമോ? ഓക്കെ പറഞ്ഞാൽ ചെയ്യും. എല്ലാം ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട്. കാരണം നമ്മുടെ ഹെൽത്ത് ടീച്ചറിൻ്റെ കയ്യിലാണോ? പിന്നെ തീർച്ചയായിട്ടും 1-ാം വെള്ളി സവിതാമ്മൻ തന്നെ എല്ലാത്തിനും എൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ വീട്ടിലിരുന്നാൽ പോലും അവർ പറയും, പൊക്കോളാൻ പറയും. പൊയ്ക്കോ, ജിമ്മിൽ പൊയ്ക്കോ. മോനായാലും ശരി, ഹസ്ബൻഡായാലും. മോനാണ് ആദ്യം കൊണ്ട് എന്നെ ഇവിടെ കൊണ്ട് ചേർത്തത്. അമ്മ പോണം, പോയി ഇത് ചെയ്യണം എന്ന് പറയും. മോനും പോണുണ്ട്. നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റമുണ്ട്. അത് മോനും ഹസ്ബൻഡിനും ഒക്കെ അറിയാം. പണ്ട് നല്ല വണ്ണം ഉണ്ടായിരുന്നു. എൻ്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ചോദിക്കും എന്ത് മാറ്റമാണ്. ഒരുപാട് മാറ്റം. അത് പറയാനേ പറ്റില്ല. ജിമ്മിൽ വന്നതുകൊണ്ട് വേറെ ഇതാണ് ഒരുപാട് ചേഞ്ചസ് വന്നവരുടെ അവരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. 1 വർഷം കൊണ്ട് വരുന്നുണ്ട്. 15 കിലോ കുറഞ്ഞു. 15 കിലോ കുറഞ്ഞു. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. എല്ലാം മാറി ഇവിടെ വന്നതിന് ശേഷം. നമ്മൾ മരുന്നെടുക്കാതെ തന്നെ? ഇല്ല, മരുന്നൊന്നും എടുത്തിട്ടില്ല. വർക്കൗട്ട് ടീച്ചറിന്റെ വർക്കൗട്ടില്ല. ഭക്ഷണത്തിൽ എന്തെങ്കിലും ക്രമീകരണം? ഡയറ്റൊക്കെ ചെയ്യണില്ല. എന്തോ ചീറ്റിംഗ് അടക്കം ചിരിയുണ്ട്. ഇല്ല, 15 കിലോ കുറഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറുതായിട്ടൊന്ന് നമ്മൾ ഉഴപ്പാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ശരിക്കും 15 കിലോ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. വലിയ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ഒരു കാര്യം നടക്കൂല എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാണ്. ബന്ധുക്കളൊക്കെ പറയുമായിരുന്നു, ഹസ്ബൻഡ് പറയുമായിരുന്നു, ചേച്ചി ഒന്ന് വീണ എടുക്കാൻ ചേട്ടനെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് ആക്കുമായിരുന്നു. കളിയാക്കൽ. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. നല്ല മാറ്റമായി. ഇത് ഇവരുടെ പറഞ്ഞായിരുന്നു, സംസാരിച്ചോ? പേരെന്താ? ലക്ഷ്മി. ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഇപ്പം 6-7 മാസം കൊണ്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് വന്നത്. എനിക്ക് ഇടയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു. അപ്പം 1 വർഷത്തെ ബ്രേക്ക് എടുത്തിട്ടാണ്. അപ്പം മാം പറഞ്ഞു വന്നാൽ മതി, എല്ലാം റെഡിയാവും. അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ വന്നു. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയ്യിൽ പൊട്ടലുണ്ടായിരുന്നു, വെയിറ്റ് ഒന്നും ആദ്യം എടുക്കാൻ പറ്റില്ല. കാലിലൊരു പൊട്ടലുണ്ടായിരുന്നു. ഇപ്പം നോർമലി എല്ലാ വർക്കൗട്ടും ചെയ്യാൻ പറ്റുന്ന. എനിക്ക് ഡിസ്ലൊക്കേഷനായിട്ടാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇപ്പം
ഒരു ദിവസം എന്തോ വന്നോളൂ, പിന്നെ ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ജിമ്മിൽ വരാൻ തുടങ്ങി ഇന്ന് വരെ അത് വന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഭയങ്കര റെസ്പോൺസ് അവിടെ ഒരാളുണ്ട്. ഹലോ, ഭയങ്കര വർക്കൗട്ടാണ്. ഇന്ന് ശരിക്കും യോഗ ഡേ ആയിരുന്നു അല്ലേ? ഇന്ന് എങ്ങനെയുണ്ട് ജിമ്മിൽ? വന്നിട്ട് ഒരു മാസമേ. എനിക്ക് 54 വയസ്സ്. 54 വയസ്സ്. പേര് പറയൂ. ശോഭ. ശോഭ. ചേച്ചി എന്താ ചെയ്യുന്ന? ഹൗസ് വൈഫ്? ഹൗസ് വൈഫ്. അപ്പൊ എങ്ങനെ ജിമ്മിലോട്ട് വരാൻ നമ്മളെ ആരാണ് എനിക്ക് ഇല്ല, വെറുതെ ഞാൻ ഇത് 3 വർഷം തുടങ്ങിയതൊക്കെ എനിക്കറിയാം. ഞാൻ ഇവിടെ അടുത്താണ് താമസിക്കുന്നത്. എങ്കിലും മടിച്ച് അങ്ങനെ ഇരുന്ന് വേണോ വേണ്ടത്. പിന്നെ എനിക്ക് കാലൊരു വേദന ഇങ്ങനെ മറിഞ്ഞ് വണ്ണവും കൂടി. അപ്പം ഡോക്ടർമാരുടെ അടുത്ത് വരുമ്പോൾ പറഞ്ഞ് വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ പിന്നെ ഞാൻ കുറേ മരുന്നൊക്കെ കഴിച്ചു. അടുത്ത് ഇവിടെ വന്നു. ഇവിടെ എനിക്ക് നടക്കാനേ പാടാണ്. വീട്ടിൽ നിന്ന് ഇതുവരെ വരാനും നടക്കുമ്പം അപ്പം ഒരു മാസം ഇങ്ങനെ വന്നപ്പോൾ എനിക്കിപ്പം സ്പീഡിൽ വരാനൊക്കെ ഉള്ളത് തോന്നുന്നു. തറയിലിരിക്കാൻ ഒട്ടും പറ്റില്ല. പക്ഷേ ഇപ്പം ഇരിക്കാം. ഇവിടെ വരുമ്പോൾ ഇരിക്കും. വീട്ടിൽ പോകുമ്പോൾ ഒരു പേടി വരുന്നു. പിന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഇരിക്കും. ഇവിടെ നമ്മുടെ സ്ട്രെങ്ത് ഇരിക്കും. പിന്നെ എനിക്ക് ഒരുപാട് ഇത് തോന്നി, വരണം എന്നുള്ള ഒരു താല്പര്യം. ആ സമയമാകുമ്പോൾ എനിക്ക് വരണമെന്നൊക്കെ ഉള്ള ഒരു ഇത് വന്നു. ഒരു നടക്കാനും എല്ലാത്തിനും ഒരു ഇത് വന്നു. നന്നായി വിയർത്ത് വർക്കൗട്ട് ചെയ്യുന്നു. വെയിറ്റ് കുറയ്ക്കണം. അങ്ങനെ ചെക്ക് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് വെയിറ്റ്? ഒരു മാസേ ആയുള്ളൂ. ഞാൻ 3 മാസമാകുമ്പോൾ കുറച്ച് കുറയ്ക്കണം എന്നാണ് നമ്മൾ വിചാരിച്ചു. ഉറപ്പായിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ, തളരാതെ മുന്നോട്ട് പോകട്ടെ. പേരെന്താണ്? ധന്യ. ഇവിടെ എത്ര കാലമായി? ഞാനിപ്പോൾ 1 മാസമായിട്ട് വന്നിട്ട്. പക്ഷെ കാലിനൊരു ചെറിയ നീരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്തപ്പോൾ അതൊക്കെ മാറി. വെരിക്കോസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാഡത്തിൻ്റെ ഹീൽ ഡൗൺ ഒക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റമുണ്ട്. പിന്നെ 1 മാസമായ 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. അത് സന്തോഷമുണ്ട്. അതൊന്ന് ഞാൻ ഇന്നലെ മാഡത്തിനോട് പറഞ്ഞായിരുന്നു. 1 കിലോ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹൗസ് വൈഫാണ്. ജിമ്മിലേക്ക് വന്നതിന്റെ മാറ്റം നമുക്കുണ്ട്. അങ്ങനെ തന്നെ മുന്നോട്ട്. അതെ മുന്നോട്ട് പോകും. എനിക്ക് തോന്നുന്നു മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി അല്ലേ മാം? മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി ഇവിടെ കൂടുതലാണ്. നമുക്ക് അല്ലാതെ വേറെ പരസ്യമൊന്നും ഇല്ല. എനിക്ക് എൻ്റെ കൂടെ 2 വർഷമായി. 2 വർഷത്തിൽ കൂടുതലായി. എങ്ങനെയുണ്ട്? നല്ല വർക്കൗട്ടാണ്. ഞാൻ ഏറെക്കുറെ 90 കിലോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ 63 കിലോയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അയ്യോ, അത് മാജിക്കലല്ല. ഞാൻ ഡെയിലി വരാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തെല്ലാം വരാറുണ്ട്. പിന്നെ അതിനെ ഫിസിക്കലി നമുക്ക് കിട്ടുന്ന ഫിറ്റ്നസിന് ഒഴികെ നമുക്ക് മെൻ്റൽ സ്ട്രെസ് റിലീഫ് ആവുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഞാൻ കണ്ടെത്തിയത്. എൻ്റെ മെൻ്റൽ സ്ട്രെസ് റിലീഫ് ആവുന്നത് ഇവിടെ വരുമ്പോഴാണ്. ഇവിടെ നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയറാണ്. എല്ലാവരും നല്ല ചങ്സാണ്. പിന്നെ എന്താ പറയാൻ, ആർക്കും പരസ്പരം ഈഗോ ഇല്ല. അപ്പോൾ എന്തും ഓപ്പണായിട്ട് പറയാം. കുറച്ച് സമയമായാലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നല്ല സ്ട്രെസ് റിലീഫിന് ഭയങ്കര ഒരു ബെസ്റ്റ് ഐഡിയ എനിക്ക് തോന്നുന്നു. ഈ ഇതാണ് എന്താ പറയുക, വർക്കൗട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫാണ്. നമ്മൾ ഫിസിക്കലി നമുക്ക് എത്ര ഫിറ്റ്നസ് കിട്ടുന്നുണ്ടോ എന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറം നമ്മൾ മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആവുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചേഞ്ചിൽ നമുക്ക് എത്ര ഭയങ്കരമായിട്ട് നമ്മൾ ആത്മവിശ്വാസം വന്നതാണ്. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ആദ്യം എന്താ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ അയ്യോ ഭയങ്കര വൾഗറായിട്ട് മറ്റുള്ളവർക്ക് തോന്നും എന്നുള്ള ഫീലിംഗ് ആയിരുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ജീൻസ് ഇടാം, ടോപ്പ് ഇടാം, വേണമെങ്കിൽ ടീഷർട്ട് ഇടാം. നമ്മൾ ഫിറ്റാണ്. അതെ, തീർച്ചയായിട്ടും പണിയെടുത്ത് നമ്മൾ ഫിറ്റായി. അതെ, തീർച്ചയായും. ഇതാണ് ഈ ഒരു ആത്മവിശ്വാസം വലുതാണ് കേട്ടോ. നേരത്തെ ഒരാൾ പറഞ്ഞ പോലെ കളിയാക്കലുകൾ നമ്മളെ ഭയങ്കരമായിട്ട് അലട്ടും. അത് ചിലപ്പോൾ ജിമ്മിലേക്ക് നമ്മളെ കൊണ്ടുവരും. ആ വാശിയിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ വരുന്നവർ ഒരുപാട് പേര് കാണില്ലേ? കൂടുതലും അങ്ങനെ വരുന്നവർ തന്നെയാണ്. കളിയാക്കലൊക്കെ ഊർജ്ജമാക്കി വരുന്നവരാണ് അല്ലേ? എന്നോടൊരു ട്രെയിനർ എപ്പോഴും പറയായിരുന്നു, നമ്മളെ കളിയാക്കിയവരെ മനസ്സിലോർത്ത് ചെയ്തോളൂ, അപ്പൊ കുറച്ച് എനർജി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പൊ ഇതിങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളത്. ഇവിടെ വരുന്നവരെ സംബന്ധിച്ച് ഞാൻ എന്ത് ചെയ്യിപ്പിച്ചാലും, ഞാൻ എത്ര ഹാർഡായിട്ട് ചെയ്യിപ്പിച്ചാലും അത് ചെയ്തോളൂ. അതാണ് എനിക്ക് എൻ്റെ കഴിവല്ല കേട്ടോ. ഞാൻ എന്താണ് പറയുന്നോ, ഞാൻ എന്ത് ചെയ്യിപ്പിക്കുന്നോ അത് ചെയ്യാനുള്ള മനസ്സ് അവർ കാണിക്കുന്നത് കൊണ്ടാണ് അവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെ തന്നെ ഗംഭീരമായിട്ട് പോട്ടെ. ഇപ്പൊ 1 മാസമായിട്ട്. ഓ വരൂ, പേരെന്താണ്? 1 മാസമായിട്ടുള്ള ചേഞ്ച് എങ്ങനെ ഫീൽ ചെയ്യുന്നത്? വന്നതിലും വ്യത്യാസമുണ്ട്. മൈൻഡാണോ, മെന്റലി ആണോ, ഫിസിക്കലി ആണോ? ഹൗസ് വൈഫ് ആണോ? അപ്പൊ ഇത് അറിഞ്ഞു കേട്ട് ഇങ്ങോട്ട് വന്നതാണ്. നമ്മുടെ കോച്ച് എങ്ങനെയുണ്ട്? ട്രെയിനർ? വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചു നേരം നിന്നപ്പോ തന്നെ എനിക്ക് കുറച്ച് ആത്മവിശ്വാസം തന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ പോസിറ്റീവ് ആണല്ലേ ആള്? ഇവിടെ ഒന്ന് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. ഇപ്പൊ ജിമ്മി വരാൻ മടിയൊന്നുമില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ 1 മാസത്തോളൊക്കെ. തുടക്കത്തിൽ നമ്മുടെ ജിമ്മി വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം 2-3 ദിവസം വരുമ്പോൾ വേദനയൊക്കെ ആകുമ്പോൾ നമുക്കൊരു മടി വരും. അങ്ങനെ വേദന വരാറില്ല. നമ്മൾ പ്രോപ്പറായിട്ട് സ്ട്രെച്ചിങ്, വാമിങ് അപ്പ്, വാം ഡൗൺ ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പെയിനും ഉണ്ടാകത്തില്ല. എന്തായാലും ഈ ലൈഫിൽ ഉണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ, താങ്കളുടെ ലൈഫിൽ ഉണ്ടായ ഊർജ്ജം ബാക്കിയുള്ളവരിലേക്ക് കൂടി താങ്കൾ പകർന്നു കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഗംഭീരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ. ഇനി ഒരുപാട് പേര് ജിമ്മിലേക്ക് ജോയിൻ ചെയ്യട്ടെ. താങ്ക് യു സോ മച്ച്.
ന്യൂസ് 3 ഡേ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. പുതിയ അതിഥികളുമായി വീണ്ടും കാണാം. നമസ്കാരം.